ഹലോ, ഇന്നിവിടെ സൺഡേ സ്പെഷ്യലായിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിട്ടോ. അപ്പോൾ എന്നുണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സംഭവം സിമ്പിളാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് പുതിന, മല്ലിച്ചപ്പും, ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും. ഇനിയാണ് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ കൈ നന്നായിട്ട് പുകയുന്നതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ കയ്യിലാണിത് മിക്സ് ചെയ്യാൻ കൊടുത്തത്. ആളത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില അല്ലേ, അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി. ബാക്കി ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇളക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. ആൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് അപ്പം കണ്ടില്ലേ, ഇതേപോലെ. ഇനി ഈ സവാള ഉണ്ടല്ലോ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്താ വെച്ചാൽ ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട്. ഒരു ചിക്കൻ ഇടുന്നതിൻ്റെ ഷോ ആണ് ഗായ്സ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ആദ്യമായിട്ട് അടുക്കള കയറി ഇങ്ങനെ ഉണ്ടാവും. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് കരിവേപ്പില അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാള ഇല്ലേ, അതും കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഇത് കുറച്ച് ബിരിയാണി മസാല കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ മല്ലിച്ചപ്പ്, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, അടിപൊളി ചിക്കൻ കറി. ചിക്കൻ കറിയാണോ, ചിക്കൻ കറിയല്ലോ, ഇത് സംഭവം ചിക്കൻ ചുക്കയാണ് കേട്ടോ. ആഹാ, ഇനിയാണ് അവസാനത്തത്. നമ്മൾ ഉണ്ടാക്കിയ ഈ പാത്രത്തിലേക്ക് കുറച്ച് ചോറും ആ ഉണ്ടാക്കിയ ചിക്കനിലത്തെ ഒരു പീസും കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി കഴിച്ച് നോക്കിയാലുണ്ടല്ലോ, എന്താ ടേസ്റ്റ്. കുറച്ച് ചിക്കൻ പീസും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഇതാ വായിൽ വെള്ളം വരും. ഇത് കണ്ടിട്ട് ക്യാമറാമാനും ഒരു ഉരുള വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.